നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പാലക്കാട് നഗരത്തിലെ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേന മോഷണം. തമിഴ്നാട് സ്വദേശിനികൾ അറസ്റ്റിൽ. തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശിനി 57 വയസ്സുള്ള കൃഷ്ണവേണി, വെല്ലൂർ തിരുപ്പത്തൂർ സ്വദേശിനി 51 വയസ്സുള്ള സെൽവി എന്നിവരാണ് പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊച്ചിൻ പാലത്തിന് സമീപം ഷൊർണൂർ റെയിൽവേ ഓവർബ്രിഡ്ജിലെ കുഴിയിൽ ടോറസ് ലോറി കുടുങ്ങി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ടോറസ് ലോറി കുഴിയിൽ അകപ്പെട്ടത് ആംബുലൻസിനെ വഴിയൊരുക്കുന്നതിനിടെ ഗതാഗതം സ്തംഭിച്ചത് 5 മണിക്കൂറോളം. വടക്കാഞ്ചേരി അകമലയിൽ മരക്കൊമ്പ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരക്കൊമ്പ് പൊട്ടി വീണത് അകമല ഓവർബ്രിഡ്ജിനു സമീപം പാതയിലേക്ക്. വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പാലക്കാട് നടന്ന പ്രാവ് പറത്തൽ മത്സരത്തിൽ പേഴുങ്കര സ്വദേശിയുടെ പ്രാവ് നിർത്താതെ പറന്നത് 1.5 ദിവസം. മുമ്പ് 27 മണിക്കൂർ പറത്തിയ പാകിസ്ഥാൻ സ്വദേശിയുടെ റെക്കോർഡാണ് പാലക്കാടൻ പ്രാവ് മറികടന്നതെന്ന് സംഘാടകർ. മലബാർ സിമന്റ് കമ്പനിയിലെ ചുണ്ണാമ്പ് കല്ല് ഖനിയുടെ മാതൃക നിർമ്മിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി പത്തിരിപ്പാല സ്വദേശി. പത്തിരിപ്പാല തൊട്ടിവളപ്പിൽ വീട്ടിൽ സുനീർ ആമിനക്കുട്ടി ദമ്പതികളുടെ മകൻ സുഹൈലാണ് തന്റെ വേറിട്ട കരവിരുതുമായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത്. വാർത്തകൾ വിശദമായി. പാലക്കാട് നഗരത്തിലെ ജ്വല്ലറിയിൽ മോഷണം നടത്തിയ തമിഴ്നാട് സ്വദേശിനികൾ അറസ്റ്റിൽ. പഴനി തിരുപ്പത്തൂർ സ്വദേശിനി സെൽവി, കൃഷ്ണഗിരി സ്വദേശിനി കൃഷ്ണവേണി എന്നിവരാണ് പാലക്കാട് ടൗൺ നോർത്ത് പോലീസിന്റെ പിടിയിലായത്. പിടിയിലായ പ്രതികളെ ഞായറാഴ്ച വൈകിട്ടോടുകൂടി ജ്വല്ലറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മെയ് മാസം 31-ന് തമിഴ്നാട് കോയമ്പത്തൂരിൽ സമാനമായ കുറ്റകൃത്യം നടത്തിയതിന് ജയിലിൽ കഴിഞ്ഞു വരികയായിരുന്നു പ്രതികൾ. ഈ മാസം 5-നാണ് ഇരുവരും ജാമ്യത്തിലിറങ്ങിയത്. കഴിഞ്ഞ ജൂലൈ 8-ന് വൈകിട്ടാണ് പിടിയിലായ സെൽവിയും കൃഷ്ണവേണിയും പാലക്കാട് TB റോഡിലുള്ള ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാൻ എന്ന വ്യാജേന എത്തിയത്. തുടർന്ന് ഇരുവരും ചേർന്ന് 2 പവൻ തൂക്കം വരുന്ന ഒരു ജോഡി സ്വർണ്ണക്കമ്മൽ മോഷ്ടിക്കുകയായിരുന്നു. ജ്വല്ലറി അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. CCTV ദൃശ്യങ്ങൾ നിരീക്ഷിച്ചുള്ള പരിശോധനയിൽ പ്രതികളെ കണ്ടെത്തുകയായിരുന്നു. പ്രതികൾക്കെതിരെ തമിഴ്നാട്ടിൽ മാത്രം സമാനമായ 12ഓളം കേസുകളുണ്ട്. കൂടുതൽ കുറ്റകൃത്യത്തിൽ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദിൻ്റെ നിർദ്ദേശപ്രകാരം ടൗൺ നോർത്ത് സബ് ഇൻസ്പെക്ടർ MB രാജേഷിൻ്റെ നേതൃത്വത്തിൽ SI RS രാജേഷ്, ASI സനുജ, സ്പെഷ്യൽ സിവിൽ പോലീസ് ഓഫീസർമാരായ സക്കീന, മണികണ്ഠദാസ്, സുജീഷ്, സിവിൽ പോലീസ് ഓഫീസർ സുജിഷ എന്നിവരടങ്ങുന്ന സംഘമാണ് കോയമ്പത്തൂരിൽ വെച്ച് പ്രതികളെ പിടികൂടിയത്. ഞായറാഴ്ച വൈകുന്നേരം പ്രതികളെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൊച്ചിൻ പാലത്തിന് സമീപം ഷൊർണൂർ റെയിൽവേ ഓവർബ്രിഡ്ജിലെ കുഴിയിൽ ടോറസ് ലോറി കുടുങ്ങി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഞായറാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. കൊച്ചിൻ പാലത്തിന് സമീപം ഷൊർണൂർ റെയിൽവേ ഓവർബ്രിഡ്ജിൽ ഞായറാഴ്ച രാത്രി 8 മണിയോടുകൂടിയായിരുന്നു അപകടം നടന്നത്. ഷൊർണൂർ ഒറ്റപ്പാലം ഭാഗത്തേക്ക് വാഹനങ്ങൾക്ക് പോകാൻ കഴിയാതെ 5 മണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. പോലീസ് എത്തി ക്രെയിൻ ഉപയോഗിച്ച് ടോറസ് ലോറി മാറ്റിയ ശേഷമാണ് വാഹന ഗതാഗതം പുനർക്രമീകരിച്ചത്. ഇതുവഴി കടന്നുപോയ ആംബുലൻസിന് വഴി കൊടുക്കാനായി ഒതുങ്ങിയപ്പോഴാണ് ടോറസ് ലോറി കുഴിയിൽ വീണത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വടക്കാഞ്ചേരി അകമലയിൽ മരക്കൊമ്പ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അകമല ഓവർബ്രിഡ്ജിന് സമീപമാണ് പാതയിലേക്ക് മരക്കൊമ്പ് പൊട്ടി വീണത്. വടക്കാഞ്ചേരി അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. സീനിയർ റെസ്ക്യൂ ഓഫീസർ കലേഷ് കുമാർ, ഫയർ ഓഫീസർമാരായ ശിവപ്രസാദ്, മുരളീധരൻ, സുധീഷ്, അക്ഷയ്, അരവിന്ദ്, അഹമ്മദ് കബീർ, വിനു, വിജയൻ എന്നിവർ നേതൃത്വം നൽകി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് കേവലം വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലും ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ഏരിയ കമ്മിറ്റി അംഗം V. രഘു അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ, വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി KK മുരളീധരൻ, CPI ഏരിയ സെക്രട്ടറി P. ശ്രീകുമാർ, CPI ജില്ലാ കൗൺസിൽ അംഗം സോമനാരായണൻ, അരുൺ കാളിത്ത്, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം P. സാബിറ, ഗിരിജ മേലേടത്ത്, MH അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. ജൂലൈ 30-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
പാലക്കാട്ട് നടന്ന പ്രാവ് പറത്തൽ മത്സരത്തിൽ പേഴുങ്കര സ്വദേശിയുടെ പ്രാവ് നിർത്താതെ പറന്നത് 1.5 ദിവസം. ലോക റെക്കോർഡാണ് ഇതെന്ന് സംഘാടകർ അവകാശപ്പെട്ടു. മുമ്പ് പാകിസ്ഥാൻ പൗരൻ പറത്തിയ പ്രാവ് 27 മണിക്കൂർ നിർത്താതെ പറന്ന സമയമാണ് പാലക്കാടൻ പ്രാവ് മറികടന്നിരിക്കുന്നത്. പേഴുങ്കര വടക്കേപ്പറമ്പ് സ്വദേശി ഇബ്രാഹിമിൻ്റെ പ്രാവാണ് 33 മണിക്കൂർ 28 മിനിറ്റ് നേരം പറന്ന് റെക്കോർഡ് സൃഷ്ടിച്ചത്. ലോക റെക്കോർഡാണിതെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു. വെണ്ണക്കര ശിവൻ പഞ്ചിക്ക മെമ്മോറിയലും പാലക്കാട് ഗോപി മെമ്മോറിയൽ കമ്മിറ്റിയും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ 6:55 മത്സരം തുടങ്ങിയത്. ഞായറാഴ്ച വൈകിട്ട് 4:28 പ്രാവ് തിരിച്ചിറങ്ങിയത്. നേരത്തെ പാകിസ്ഥാൻ പൗരൻ പറത്തിയ പ്രാവ് 27 മണിക്കൂറും 9 മിനിറ്റും പറന്ന റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. ഈ റെക്കോർഡ് മറികടന്നെന്ന് പ്രാവുടമ ഇബ്രാഹിം പറഞ്ഞു. 100-ലധികം പേർ മത്സരത്തിൽ പങ്കെടുത്തു. 40,000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി നൽകിയത്. നേരത്തെ നടന്ന സംസ്ഥാന മത്സരങ്ങളിൽ 3 തവണ ഇബ്രാഹിമിൻ്റെ പ്രാവുകൾ വിജയിച്ചിട്ടുണ്ട്. 21 മണിക്കൂർ 38 മിനിറ്റായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. കണക്കിന് 33 മണിക്കൂറും 28 മിനിറ്റ് റെക്കോർഡാണ്. ഇത് ഇതിന്റെ പ്രത്യേകത എന്താ? ഈ പ്രാവിന് ഇങ്ങനെ ഇത്ര ദൂരം പറക്കുന്ന പ്രാവിന്റെ പ്രത്യേകത? ഇത് ദീർഘനേരം പറക്കുന്ന പ്രാവാണ്. ദീർഘനേരം നമ്മുടെ ഇവിടെ തന്നെ കളത്തിൽ തന്നെ കണ്ട് പറക്കുന്ന പ്രാവാണ്. വേറെയും പ്രാവുകളുണ്ട്, മൈനസ് പ്രാവുകൾ, അത് വേറെ വ്യത്യാസം. ഇത് നമ്മളുടെ കണ്ണിൽ തന്നെ കാണണം. രാത്രിയും പകലും കണ്ടുകൊണ്ടേയിരിക്കണം. ഇതിന് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെതായ ഇതിന് ചുറ്റുമാണോ പറക്കുക? നമ്മുടെ ഈ വീടിന് ചുറ്റും തന്നെ പറക്കും. ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ പറന്നുകൊണ്ടേയിരിക്കും. റെസ്റ്റ് എടുക്കാൻ പാടില്ല. എങ്ങനെയാണ് ഈ പ്രാവിന്റെ പ്രത്യേകത? അതിന്റെ ഒരു നേച്ചറുമായ പ്രത്യേകത, ചിറകളുടെ പ്രത്യേകത, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകത? അങ്ങനെ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഒന്ന് പറയാം. അത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പറയേണ്ടി വരും. പ്രാവിന്റെ പറഞ്ഞാൽ നമ്മള് ഇത് ഏറ്റവും കൂടുതൽ ദീർഘനേരം പറക്കുന്ന പ്രാവാണ്. അതിന്റെ പ്രാവിന്റെ നിർത്തവും നടത്തവും അതിന്റെ ചിറകിനൊക്കെ പ്രത്യേകതയുള്ള അതാണ് ഈ ദീർഘനേരം പറക്കുക. മത്സരത്തിന് 1 മാസം മുമ്പ് തന്നെ പ്രാവുകൾക്ക് പരിശീലനം നൽകുമെന്ന് ഇബ്രാഹിം പറഞ്ഞു. വെള്ളാൾ ഇനത്തിൽപ്പെട്ട പ്രാവാണ് മത്സരത്തിൽ വിജയിച്ചത്. വഴിയോര കച്ചവടക്കാരനായ ഇബ്രാഹിമിന് 80-ലധികം പ്രാവുകളുണ്ട്. ചെറുപ്പം മുതൽ പ്രാവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് പ്രാവ് വളർത്തൽ തുടങ്ങിയതെന്നും പിന്നീട് മത്സരത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയെന്നും ഇബ്രാഹിം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലബാർ സിമന്റ് കമ്പനിയിലെ ചുണ്ണാമ്പ് കല്ല് ഖനിയുടെ മാതൃക നിർമ്മിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി പത്രിപ്പാല സ്വദേശി. പത്രിപ്പാല തൊട്ടിവളപ്പിൽ സുനീർ ആമിനക്കുട്ടി ദമ്പതികളുടെ മകൻ സുഹൈലാണ് തന്റെ കരവിരുതുകൊണ്ട് വിസ്മയം തീർത്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത്. 90 സെന്റിമീറ്റർ നീളം, 80 സെന്റിമീറ്റർ വീതി, 25 സെന്റിമീറ്റർ ഉയരത്തിലുമാണ് മലബാർ സിമന്റിന്റെ ചുണ്ണാമ്പ് ഖനി സ്വന്തം കൈപ്പടയിൽ നിർമ്മിച്ചു നൽകിയത്. തെർമോകോൾ, പ്ലാസ്റ്റിക് പുൽ, ചെറിയ കല്ലുകൾ, കളർ പെയിന്റിംഗ് എന്നിവ ഉപയോഗിച്ച് 1 മാസത്തെ പരിശ്രമം കൊണ്ടാണ് നിർമ്മാണം. മലബാർ സിമന്റിൽ ട്രെയിനിയായി ജോലി ചെയ്തിരുന്ന സുഹൈൽ പ്രവർത്തന കാലയളവിൽ 1 തവണ മാത്രമാണ് ചുണ്ണാമ്പ് ഖനിയും അതിന്റെ പ്രവർത്തനവും നേരിട്ട് കണ്ടത്. ഒറ്റ തവണ കണ്ടെങ്കിലും ഓർമ്മയിൽ മായാതെ സൂക്ഷിച്ച സുഹൈൽ അതേപടി ഒരു മാറ്റവുമില്ലാതെ കോറിയുടെ മാതൃക നിർമ്മിച്ചു നൽകുകയായിരുന്നു. സുഹൈലിന്റെ കഴിവിനെ പ്രശംസിച്ച കമ്പനി അധികാരികൾ രേഖകളും ചിത്രങ്ങളും വീഡിയോയും സഹിതം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിന് അപേക്ഷിക്കുകയായിരുന്നു. നിലവിൽ എറണാകുളത്തെ സ്വകാര്യ കോളേജിൽ ഡിപ്ലോമ വിദ്യാർത്ഥിയായ സുഹൈൽ 1 വർഷത്തോളം വാളയാറിലുള്ള മലബാർ സിമന്റ്സിൽ ട്രെയിനിയായി ജോലി ചെയ്തിരുന്നു. എൻ്റെ പേര് സുഹൈൽ. ഞാൻ ഈ മലബാർ സിമന്റ്സിൽ 1 വർഷം ട്രെയിനിങ് പീരീഡിലാണ് ഈ ലൈംസ്റ്റോൺ മൈൻസിൻ്റെ മോഡൽ ചെയ്തു കൊടുത്തത്. ഞാൻ പത്തിരിപ്പാല സ്വദേശിയാണ്. അപ്പോൾ ഉപ്പാൻ്റെ പേര് സുനീർ, ഉമ്മയുടെ പേര് ആമിനക്കുട്ടി. ഞാനിപ്പോൾ ഡിപ്ലോമ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മോഡല് മലബാർ സിമന്റ്സിലെ മിനിയേച്ചർ മോഡൽ ചെയ്തതിനാണ് എനിക്ക് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വിട്ടു. അവരുടേതായിട്ടുള്ള ഒരു പ്രോത്സാഹനത്തിന് നമ്മൾ ജീവിക്കാൻ അതിന് വേണ്ട എന്താ സാധനം വേണ്ട അത് വാങ്ങിച്ചു കൊടുക്കും. നമ്മളെ കൊണ്ട് പറ്റാത്ത അവരെ കൊണ്ട് പറ്റുന്ന അതിനുള്ള ഒരു ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുക. അത്ര. മലബാർ സിമന്റ് അധികാരികളും സുഹൈലിനെ അഭിനന്ദിക്കുകയുണ്ടായി. സുഹൈൽ നിർമ്മിച്ച നിരവധി വസ്തുക്കളുടെ വലിയ ശേഖരം തന്നെ സ്വന്തം വീട്ടിലെ അലമാരയിലുണ്ട്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ സുഹൈലിനെ വാർഡംഗം എ ഷിഹാബ് വീട്ടിലെത്തി ഉപഹാരം നൽകി ആദരിച്ചു. ചുണ്ണാമ്പ് ഖനിയുടെ മാതൃക ഉണ്ടാക്കി കാണിച്ചു കൊടുത്ത് അവിടുത്തെ എഞ്ചിനീയർമാർക്കും അവിടുത്തെ കമ്പനിക്കും വളരെ പ്രിയപ്പെട്ടവനായിരിക്കുകയാണ്.
ആ മാതൃക പിൻപറ്റിക്കൊണ്ട് അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അയച്ചു കൊടുക്കുകയും അവർ അതിന് സമ്മാനം കൊറിയറായിട്ട് അയക്കുകയും ചെയ്തിരിക്കുകയാണ്. 9.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ മെയിൻ ടൂർ നടക്കുന്നത്. അതിൻ്റെ മാതൃകയാണ് സുഹൈൽ ഉണ്ടാക്കിയത്. നാടിനും പഞ്ചായത്തിനും അഭിമാനമായ സുഹൈലിനെ പഞ്ചായത്ത് അടുത്ത ദിവസം തന്നെ ആദരിക്കുന്നുണ്ട്. എല്ലാവിധ ഭാവങ്ങളും പഞ്ചായത്തിന് നേർന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. കോങ്ങാട് മുച്ചേരി വനാതിർത്തി പ്രദേശങ്ങളിൽ മാലിന്യ നിക്ഷേപം വ്യാപകം. മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി. കോങ്ങാട് കീലശ്ശേരി മങ്കര പഞ്ചായത്ത് അതിർത്തിയായ മുച്ചേരിയിൽ വനാതിർത്തിയോട് ചേർന്ന് മാലിന്യ കൂമ്പാരം കുമിഞ്ഞുകൂടി പരിസരം ദുർഗന്ധപൂരിതമായി. പാതയോരത്തെ മാലിന്യം നീക്കം ചെയ്യാനും റോഡിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാനും ക്യാമറകൾ സ്ഥാപിക്കാനും അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അറവ് മാലിന്യങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ ക്ലോസറ്റുകളും കക്കൂസ് മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നുണ്ട്. കൊതുകടിച്ചിട്ട് പഴുത്തിട്ട് ഇവിടെയൊക്കെ ഞാൻ ആവശ്യപ്പെട്ട് പിന്നെയും പോയിട്ട് വരേണ്ട ടെസ്റ്റ് ചെയ്യാൻ ഈ കൊതുകുകാരന് എന്താ ചെയ്യുന്നത്? പച്ചക്കറി ഈ വാഴാട്ടിനാണെങ്കിൽ അതിന് കഴിഞ്ഞുള്ളതാണ്. എല്ലാ പഴങ്ങളും ഇവിടെ കൊടുക്കുന്നത് എവിടെയില്ല. അങ്ങനെ കൊണ്ടുവരുന്നത് ഇവിടെ ഇത് അളിഞ്ഞു പറഞ്ഞ ആർക്കാണ് ഇതിന്റെ? ഞങ്ങൾക്ക് മതിയായി. എനിക്ക് പറഞ്ഞു ഞാൻ ഇത് വർഷങ്ങളായി ആളുകൾക്ക് പറയുന്നു. നമ്മളുടെ അവിടെ നിയന്ത്രിക്കാനും ചെയ്യാനും പഞ്ചായത്തും അതിന് ഏർപ്പെടുന്നില്ല, ആൾക്കാരും അതിന് ഏർപ്പെടുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാനാ? മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രതിഷേധ യോഗം DCC അംഗം CN ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് TC സന്തോഷ് അധ്യക്ഷനായി. ഷാഹുൽ ഹമീദ്, അസീസ് മുച്ചേരി, ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ിലോ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്താനും പിടിക്കാനും മാതൃകാപരമായി ശിക്ഷിക്കാനുമുള്ള ഒരു ഉപാധിയാക്കി അത്തരം സംവിധാനങ്ങളെ മാറ്റണം. ഇവിടെ സോളാർ സ്ഥാപിച്ച് ക്യാമറകൾ സ്ഥാപിക്കാം. ഇതിനെ വൈദ്യുതി ലൈൻ വലിച്ച് വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കാം. ഇങ്ങനെയൊക്കെ ആയാൽ ഇതിന് ഒരു പരിഹാരമുണ്ടാകും. അതിന് ബന്ധപ്പെട്ട അധികാരികൾ, ഇവിടെ ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതികളുണ്ട്, കേരളശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയുണ്ട്, കോങ്ങാട് ഭരണസമിതിയുണ്ട്, പഞ്ചായത്ത് ഭരണസമിതിയുണ്ട്. ഈ ബന്ധപ്പെട്ട ഭരണസമിതികളൊക്കെ തന്നെ സംയുക്തമായി തീരുമാനമെടുത്ത് ബന്ധപ്പെട്ടവരെ അറിയിച്ച് ഈ പ്രദേശത്ത് വിളക്കുകൾ സ്ഥാപിക്കാനും അതുപോലെ തന്നെ ക്യാമറകൾ സ്ഥാപിച്ചും ഇത്തരം ഹീന പ്രവൃത്തികൾ ചെയ്യുന്ന ദുഷ്ട മനസ്ഥിതിക്കാരെ ഇത്തരം പ്രവൃത്തി വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ KR രഞ്ജിത്ത്, പ്രസാദ് കാരാട്ട്, അബ്ബാസ് തെളിയറ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. ഷൊർണൂർ തനിമ സാംസ്കാരിക വേദി ആശാൻ സ്മൃതിയും പുസ്തകോത്സവവും സംഘടിപ്പിച്ചു. കവിയും അധ്യാപകനുമായ ദിനേശ് എഴുവന്തല കുമാരനാശാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നമ്മളറിയുന്ന കുമാരനാശാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് 1907 ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്ന കൃതി ഏതാ? വീണപൂവ്. വീണപൂവ് എഴുതുന്ന 1907. നമ്മൾ 2007 100 വർഷം അതിന്റെ വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി വീണപൂവിന്റെ. അപ്പോൾ വീണപൂവ് അദ്ദേഹം ഒരു പുഷ്പം കണ്ട് പിന്നെ രാവിലെ ചെന്ന് നോക്കുമ്പോൾ ചെടിയുടെ താഴെ വീണ് കിടക്കുന്ന പൂവിനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കവിത ജനിക്കുകയാണ്. ചടങ്ങിൽ തനിമ പ്രസിഡന്റ് ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗം CR ദിനേശ് സ്വാഗതം പറഞ്ഞു. ആശാൻ കൃതികളെ മുൻനിർത്തി നടത്തിയ ഉപന്യാസ മത്സരത്തിലും കാവ്യാലാപന മത്സരത്തിലും പങ്കെടുത്തവർക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം, എഴുത്തുകാരായ ശിവൻ സുധാലയം, പ്രകാശൻ ചുനങ്ങാട്, തനിമ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ V സുധീർകുമാർ, മോഹൻദാസ്, CV മധുസൂദനൻ, അബ്ദുൾ അസീസ്, റംല ഇക്ബാൽ, അനിൽകുമാർ, K സുരേഷ്, KG സുനീഷ് എന്നിവർ പ്രസംഗിച്ചു. NBS പാലക്കാട് ശാഖയുമായി സഹകരിച്ചാണ് ആശാൻ സ്മൃതിയോടനുബന്ധിച്ച് പുസ്തകോത്സവം സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളത്തിലെ വിദ്യാഭ്യാസം ഇന്ത്യയ്ക്ക് മാതൃകയെന്ന് മന്ത്രി MB രാജേഷ്. ഒറ്റപ്പാലത്ത് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ വിജയോത്സവം 2024 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ താഴ്ത്തിക്കെട്ടാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ടെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. കേരളത്തിലെ വിദ്യാഭ്യാസം ഇന്ത്യയ്ക്ക് മാതൃകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇക്കാര്യം വ്യക്തമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അപ്പം നിങ്ങൾ വിചാരിക്കും അന്നും നമ്മൾ ഒന്നാമതാണ്, ഇപ്പോൾ 1ാം സ്ഥാനം നിലനിർത്തുകയല്ലേ ചെയ്തത്? വെറുതെ നിലനിർത്തുകയല്ല ചെയ്തത്. അന്ന് കേരളത്തിന് 69 മാർക്കാണ് കിട്ടിയത് എങ്കിൽ 6 കൊല്ലം കൊണ്ട്, ഈ 6 കൊല്ലത്തിനിടയിൽ കോവിഡ് ഉണ്ടായി, അതിൻ്റെ വലിയ നഷ്ടങ്ങളുണ്ടായി, 2 പ്രളയങ്ങളുണ്ടായി, അതിൻ്റെ കഷ്ടനഷ്ടങ്ങളുണ്ടായി, പിന്നെ ഇത് രണ്ടുമല്ലാതെ കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ച സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട്, അതിൻ്റെ വെല്ലുവിളികളുണ്ടായി. ഇതെല്ലാം ഉണ്ടായിട്ടും 6 വർഷം കൊണ്ട് നല്ല മിടുക്കനായ ഒരു കുട്ടിയെ
പോലെ നിങ്ങളിൽ എല്ലാവരെയും പോലെ കേരളം 10 മാർക്ക് കൂടുതൽ നേടി 79 മാർക്കോടുകൂടിയാണ് ഇത്തവണ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയെ 1ാം റാങ്ക് നിലനിർത്തിയത് എന്നതാണ് ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായ കാര്യം. ഒറ്റപ്പാലം സംഗമം ഓഡിറ്റോറിയത്തിലാണ് വിജയോത്സവം സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ സ്വാഗതം പറഞ്ഞു. വിദ്യാർത്ഥികൾക്കുള്ള നിക്ഷേപ പദ്ധതിയായ പൂത്തിരിയുടെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. ഡോക്ടർ M രാമനുണ്ണി പദ്ധതി പരിചയപ്പെടുത്തി. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ സുരേഷ്, ബാങ്ക് മുൻ ചെയർമാൻ പ്രൊഫസർ കെ ശിവരാമൻ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ, ബാങ്ക് വൈസ് ചെയർമാൻ KN ശിവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൃത്താല മണ്ഡലത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ വെള്ളിയങ്കലിൽ മറ്റൊരു ടൂറിസം പദ്ധതിക്ക് കൂടി സർക്കാർ അനുമതിയായി. വെള്ളിയങ്കലിലെ പഞ്ചേരിപ്പറമ്പ് ടൂറിസം പദ്ധതിക്കാണ് 3.95 കോടിയുടെ ഭരണാനുമതിയായത്. തൃത്താല MLA കൂടിയായ മന്ത്രി MB രാജേഷിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാക്കിയ പദ്ധതിക്കാണ് അനുമതിയായത്. തൃത്താലയിൽ ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ജലവകുപ്പിന്റെ ഉടമസ്ഥയിലുള്ള ചാഞ്ചേരിപ്പറമ്പിലാണ് 3.95 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് പുതിയ പദ്ധതി വരുന്നത്. മന്ത്രി MB രാജേഷിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാക്കിയ പദ്ധതിക്കാണ് ഇപ്പോൾ അനുമതിയായിരിക്കുന്നത്. സൈക്കിൾ ട്രാക്ക്, കുട്ടികളുടെ പാർക്ക്, വാക്ക്വേ, സ്കേറ്റിംഗ് റിംഗ്, റെസ്റ്റോറന്റ്, ഫുഡ് കിയോസ്കുകൾ, കയാക്കിംഗ് മുതലായവ ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും. ഓഗസ്റ്റ് ആദ്യവാരം നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വെള്ളിയങ്കലിലെ ജലവിഭവ വകുപ്പിന്റെ ഉടമസ്ഥയിലുള്ള ഭൂമി പദ്ധതി നടത്തിപ്പിനായി പ്രത്യേക അനുമതി നേടിയാണ് ഈ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് നഗരത്തിലെ ജ്വല്ലറിയിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേന മോഷണം. തമിഴ്നാട് സ്വദേശിനികൾ അറസ്റ്റിൽ. തമിഴ്നാട് കൃഷ്ണഗിരി സ്വദേശിനി 57 വയസ്സുള്ള കൃഷ്ണവേണി, വെല്ലൂർ തിരുപ്പത്തൂർ സ്വദേശിനി 51 വയസ്സുള്ള സെൽവി എന്നിവരാണ് പാലക്കാട് നോർത്ത് പോലീസിന്റെ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊച്ചിൻ പാലത്തിന് സമീപം ഷൊർണൂർ റെയിൽവേ ഓവർബ്രിഡ്ജിലെ കുഴിയിൽ ടോറസ് ലോറി കുടുങ്ങി മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ടോറസ് ലോറി കുഴിയിൽ അകപ്പെട്ടത് ആംബുലൻസിനെ വഴിയൊരുക്കുന്നതിനിടെ ഗതാഗതം സ്തംഭിച്ചത് 5 മണിക്കൂറോളം. വടക്കാഞ്ചേരി അകമലയിൽ മരക്കൊമ്പ് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരക്കൊമ്പ് പൊട്ടി വീണത് അകമല ഓവർബ്രിഡ്ജിനു സമീപം പാതയിലേക്ക്. വടക്കാഞ്ചേരി അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പാലക്കാട് നടന്ന പ്രാവ് പറത്തൽ മത്സരത്തിൽ പേഴുങ്കര സ്വദേശിയുടെ പ്രാവ് നിർത്താതെ പറന്നത് 1.5 ദിവസം. മുമ്പ് 27 മണിക്കൂർ പറത്തിയ പാകിസ്ഥാൻ സ്വദേശിയുടെ റെക്കോർഡാണ് പാലക്കാടൻ പ്രാവ് മറികടന്നതെന്ന് സംഘാടകർ. മലബാർ സിമന്റ് കമ്പനിയിലെ ചുണ്ണാമ്പ് കല്ല് ഖനിയുടെ മാതൃക നിർമ്മിച്ച ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി പത്തിരിപ്പാല സ്വദേശി. പത്തിരിപ്പാല തൊട്ടിവളപ്പിൽ വീട്ടിൽ സുനീർ ആമിനക്കുട്ടി ദമ്പതികളുടെ മകൻ സുഹൈലാണ് തന്റെ വേറിട്ട കരവിരുതുമായി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.